മലയാളികൾ വളരെയധികം നന്നായി ഏറ്റെടുത്ത വില്ലത്തി കഥാപാത്രങ്ങളും നായിക കഥാപാത്രങ്ങളും തനിക്ക് ഒരുപോലെ വഴങ്ങുമെന്ന മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരിൽ തെളിയിച്ച നടി അമൃതയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത്. താൻ പണ്ടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം അബദ്ധമായി പോയി എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തൻ്റെ പിറന്നാൾ ദിവസം ആ തെറ്റ് തിരുത്താനും ആ തെറ്റിന് ക്ഷമ ചോദിക്കാനും താൻ എത്തിയെന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങുന്നത്. ഇതിൽ കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ അമൃത അതിനു മാത്രം എന്ത് തെറ്റാണ് ആരോട് ചെയ്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് അമൃത പങ്കുവെച്ച വീഡിയോയിൽ തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് അമൃത പറയുന്നത്. ആ ഒരു വീഡിയോയിൽ ഓട്ടോക്കാരൻ തന്നോട് മകൾക്ക് ക്യാൻസർ ആണ് എന്ന് കള്ളം പറഞ്ഞതാകുമെന്നും എന്നെ പറ്റിച്ചിരിക്കാമെന്നുമൊക്കെ അമൃത പറയുന്നത് തിരുത്തിക്കൊണ്ട് ശരിക്കും ആ ഓട്ടോ ഡ്രൈവറിന്റെ മകൾക്ക് ക്യാൻസർ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് നടി വീഡിയോയിലൂടെ തിരുത്തുന്നത്. ഒരാളോടും മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യരുതെന്നും അറിയാതെ പോലും ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് ഈ ദിവസം എൻ്റെ പിറന്നാൾ ദിവസം തന്നെ എനിക്കിത് തിരുത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അമ്മയുമായി ഇവിടേക്ക് എത്തിയതെന്ന് അമൃത പറയുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അമൃതയുടെ ആരാധകരായി മാറുകയാണ്. തെറ്റുകൾ പറ്റാം, നാം മനുഷ്യരാണല്ലോ, അത് തിരുത്തുന്നതിൽ തന്നെയാണ് കാര്യം. അമൃത അത് തിരുത്തി, തനിക്ക് തെറ്റുപറ്റി എന്ന് അംഗീകരിച്ചു. അന്ന് ആ വീഡിയോയിലൂടെ താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ അമൃത പറയുന്നുണ്ട്. ഒരു ദിവസം ട്രെയിൻ കയറാനായി ഒരു ഓട്ടോ പിടിച്ചു. ആ ഓട്ടോ പിടിച്ച സമയത്ത് അദ്ദേഹത്തിനോട് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇടയിൽ തന്നെ എനിക്ക് എത്ര പൈസ കിട്ടിയാലും അത് അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മകൾക്ക് ക്യാൻസർ ആണ് എന്ന് പറയുകയും മാഡം എനിക്ക് എത്ര പൈസ തന്നാലും അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് എത്ര പൈസ കിട്ടിയാലും അത് വലിയൊരു സഹായം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് അമൃത അദ്ദേഹത്തിന് കുറച്ച് പൈസ നൽകിയിട്ടാണ് അന്ന് ട്രെയിനിൽ കയറിയത്. എന്നാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നെ പറ്റിച്ചതാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ലാതെ സഹായിക്കാമെന്നും ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴും അയാൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ട മാഡം പൈസ തരുമ്പോൾ മാത്രം എന്നെ സഹായിച്ചാൽ മതി എന്നായിരുന്നു. വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ശരിക്കും അയാൾക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടി പൈസ കിട്ടാനല്ലേ ചിന്തിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അയാൾ എന്നെ പറ്റിച്ചതാണോ എന്നൊരു തോന്നൽ എന്നായിരുന്നു അമൃത വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ ശരിക്കും ആ ഓട്ടോക്കാരൻ്റെ കുഞ്ഞ് ക്യാൻസർ രോഗിയായിരുന്നു എന്ന് അമൃത തിരിച്ചറിയുകയും പിറന്നാൾ ദിവസം ആ കുഞ്ഞിൻ്റെ അരികിൽ പോയി കുഞ്ഞിന് പൈസയും ആവശ്യത്തിനുള്ള സഹായവും നൽകി ആ കുഞ്ഞിനോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തു. അന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എന്നെ അദ്ദേഹം പറ്റിച്ചതാണോ എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോൾ അമൃത വീഡിയോയിലൂടെ എത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.